ഹായ്, സെൽഫ് ലവ് ആഫ്റ്റർ 30s. സോ നമ്മൾ 30s 35 40 ആ റേഞ്ചൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ പല സ്ത്രീകളും റിയലൈസ് ചെയ്ത് തുടങ്ങും ലൈഫ് ഭയങ്കര ബിസിയാണ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് കൂടുന്നുണ്ട്, നമുക്ക് നമ്മളതിനെ ടേക്ക് കെയർ ചെയ്യുന്ന ടൈമില്ല, നമ്മളത് മറന്നു പോവുകയാണ്. സോ അതൊരു ഇമ്മീഡിയറ്റായിട്ട് സംഭവിക്കുന്നൊരു സംഭവമല്ല. നമ്മൾ നാച്ചുറലി നമ്മൾ ആ ഒരു ഫ്ലോയിലായി പോവുകയാണ്. നമ്മുടെ എനർജി മുഴുവന് നമ്മൾ ബാക്കി മറ്റു പല കാര്യങ്ങളും ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുകയാണ്. നമ്മൾ ഒരിക്കൽ പോലും ഞാൻ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നില്ല. ചില ടൈമിൽ നമ്മൾ അങ്ങനെ ചിന്തിച്ചു പോകും അല്ലേ. സോ അവിടെയാണ് നമ്മുടെ സെൽഫ് ലവ് അല്ലെങ്കിൽ സെൽഫ് കെയർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഒരിക്കലും 30s കഴിയുമ്പോൾ സെൽഫ് ലവ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ലക്ഷറി അല്ല. ഓക്കെ, ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ അല്ല. നമ്മൾ ചിലപ്പോൾ കുറച്ച് റെസ്റ്റ് എടുക്കുന്നതായിരിക്കാം, നമ്മുടെ ഹെൽത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഗിൽറ്റ് ഇല്ലാതെ നോ പറയാൻ ശീലിക്കുന്നതായിരിക്കാം. ഇതൊക്കെ ആയിരിക്കാം നമ്മളത് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. സോ ഒരിക്കലും സെൽഫ് കെയർ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സെൽഫിഷ് അല്ല. ദാറ്റ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ് അല്ലേ. നമ്മുടെ ലൈഫ് മൊത്തം നമ്മൾ പല കാര്യങ്ങൾക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണ്. സോ ചിലപ്പോൾ നമ്മൾ ആലോചിക്കും ഞാൻ ഓക്കെ ആണോ അല്ലേ. സോ അങ്ങനെ പതിയെ നമ്മളെ മെൻ്റലി അത് എഫക്റ്റ് ചെയ്യാൻ തുടങ്ങി. മെൻ്റലി എഫക്റ്റ് ചെയ്യുമ്പോൾ സ്ലോലി ഇറ്റ് വിൽ എഫക്റ്റ് അവർ ഫിസിക്കൽ ഹെൽത്ത് ഓൾസോ, ബിക്കോസ് വി ആർ നോട്ട് ടേക്ക് കെയറിങ് അവർ ഹെൽത്ത് പ്രോപ്പർലി, റൈറ്റ്. സോ അപ്പോഴേക്കും അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് കുറയും, നമ്മുടെ ഫേസിൽ ഭയങ്കരമായിട്ട് സ്ട്രെസ്സ് ഫീൽ ചെയ്യും, നമ്മുടെ ബോഡിയിൽ നമുക്ക് ബോഡി ഭയങ്കര ഹെവി ആയിട്ട് തോന്നും, നമ്മൾ പബ്ലിക്കിനെ ഫേസ് ചെയ്യാൻ ഒരു കോൺഫിഡൻസ് കുറവായിരിക്കും. ഓക്കെ, വി വിൽ സേ ഐ എം നോട്ട് കംഫർട്ടബിൾ വിത്ത് കം ഇൻ ഫ്രണ്ട് ഓഫ് someone, or I'm not confident with my body, I'm not confident with my face. So you totally you don't get any confidence to yourself, right? സോ അവിടെയാണ് നമ്മുടെ സെൽഫ് കെയർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നമ്മൾ റിയലൈസ് ചെയ്യണം. ചില ആൾക്കാർ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓക്കെ 30s കഴിയുമ്പോൾ 35 കഴിയുമ്പോൾ ഇതായിരിക്കും ലൈഫ് സ്റ്റൈൽ, ഇങ്ങനെ ബിസി, എല്ലാവരുടെ കാര്യങ്ങൾ നോക്കി ഇങ്ങനെ നടക്കുക, അങ്ങനെ ആയിരിക്കും. കാരണം ഒരു സ്റ്റാൻഡേർഡ് നമ്മളിങ്ങനെ ഫോളോ ചെയ്യണം. അപ്പോൾ നമ്മളും ആ സ്റ്റാൻഡേർഡിനനുസരിച്ച് ഇങ്ങനെ പോവുകയാണ് അല്ലേ. സോ ആ ഒരു തോട്ട് നമ്മൾ എപ്പോൾ മാറി ചിന്തിക്കുന്നോ അവിടെ നമ്മുടെ സെൽഫ് ലവ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ സെൽഫ് ലവ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഒപ്പീനിയൻ അനുസരിച്ച് നമ്മളൊരു 30 കഴിയുമ്പോൾ നമുക്ക് റിയലൈസ് ചെയ്യണം അല്ലേ. എന്താണെന്ന് വെച്ചാൽ പീസ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ പ്രഷർ അല്ലേ. ദാറ്റ് ഈസ് 2P. പീസ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ പ്രഷർ. സോ നമ്മൾ അങ്ങനെ സ്ലോലി നമ്മുടെ ഒരു കെയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ചിലപ്പോൾ അത് ഒരിക്കലും ഒരു ബിഗ് തിങ് ആയിരിക്കത്തില്ല. ചിലപ്പോൾ നമ്മൾ ഒരു 5 minutes നമ്മൾ റെസ്റ്റ് എടുക്കാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ചെറുതായിട്ടൊരു ബ്രീതിങ് എക്സസൈസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ യോഗ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇല്ല നമ്മൾ ജസ്റ്റ് ഒരു ഈവനിങ് വാക്കിങ്ങിന് പോകാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്, അല്ലെങ്കിൽ നമ്മൾ വാട്ടർ ഇൻടേക്ക് നമ്മൾ പ്രോപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഓക്കെ, സോ ഇതൊന്നും ഒരിക്കലും വലിയ സംഭവങ്ങളല്ല. ചില ആൾക്കാർ ചിന്തിക്കും ഇതൊക്കെ സിമ്പിൾ അല്ലേ, ഇതൊക്കെ ചെയ്തിട്ട് എന്ത് കിട്ടാനാണ് അല്ലേ. സോ നമ്മളത് എപ്പോഴാണോ കൺസിസ്റ്റൻ്റ്ലി ആ ഒരു റുട്ടീൻ ഫോളോ ചെയ്യുന്നത്, യു ക്യാൻ ഫീൽ ദ ഡിഫറൻസ് ഇൻ യുവർ ലൈഫ്. ഓക്കെ, സോ അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളും ടേക്ക് കെയർ ചെയ്ത് വരുമ്പോൾ അതൊരു ബിഗ് ഇമ്പാക്റ്റ് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കും. അതുപോലെ ഈ സെൽഫ് ലവ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരാൾ വിചാരിക്കുകയാണ് ഓക്കെ നാളെ തൊട്ട് ഐ നീഡ് ടു ചേഞ്ച് എവറിത്തിങ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് എൻ്റെ ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, സ്വിച്ച് ഇട്ട പോലെ പിറ്റേ ദിവസം ഞാൻ നാളെ തൊട്ട് എൻ്റെ സെൽഫ് കെയർ സ്റ്റാർട്ട് ചെയ്യുവാണ്, എൻ്റെ ലൈഫ് സ്റ്റൈൽ മാറ്റുവാണ്, അങ്ങനെയൊന്നും അല്ല. സെൽഫ് കെയർ സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ യു നീഡ് ടു റിക്കണക്ട് വിത്ത് യുവർ സെൽഫ് എഗെയിൻ. ഓക്കെ, നമ്മൾ വീണ്ടും നമ്മുടെ ലൈഫിന് നമ്മൾ കെയർ ചെയ്യാൻ പോവുകയാണ്, നമ്മളെ നമ്മൾ ഇഷ്ടപ്പെടുവാൻ പോവുകയാണ്. അതാണ് ഒരു സെൽഫ് ലവ് എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു എൻറ്റയർ ലൈഫ് സ്റ്റൈൽ ട്രാൻസ്ഫോർമേഷൻ അല്ല. ഓക്കെ, ഇറ്റ് വിൽ ടേക്ക് സം ടൈം. അത് ഓരോ സ്ത്രീയിലും അത് ഓരോ രീതിയിലായിരിക്കും അല്ലേ അത് എഫക്റ്റ് ചെയ്യുന്നത്. സോ ഷുഡ് അണ്ടർസ്റ്റാൻഡ് വൺ തിങ്, യു ആർ നോട്ട് ടു ലേറ്റ്. ചില ആൾക്കാർ വിചാരിക്കും എനിക്കിപ്പോൾ ഇത്രയൊക്കെ ആയില്ല, ഇനിയിപ്പോൾ എന്താ അല്ലേ. അങ്ങനെയാണ് ചില ആൾക്കാർക്ക് ഒരു 35 ഒക്കെ കഴിയുമ്പോഴത്തേനും അല്ലെങ്കിൽ 30 കഴിയുമ്പോഴത്തേനും ഫുൾ കോൺഫിഡൻസ് അങ്ങ് ഇല്ല. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്. ചില ലേഡീസ് ഐ നോ ദം പേഴ്സണലി, അവർ നമ്മുടെ കണ്ണാടി അല്ലേ നമ്മുടെ മിറർ നോക്കി ജസ്റ്റ് ഒന്ന് ഒരുങ്ങുന്നത്, ഒരു മേക്കപ്പ് ചെയ്യുന്നത് പോലും ഒരു സ്റ്റോപ്പ് ചെയ്യും. വൈ ഷുഡ് ഐ ഡു ഓൾ ദ തിങ്സ്, നോട്ട് നെസസറി. ഓക്കെ, സോ ആ ഒരു തോട്ട് വരും. കാരണം ഇതാണ് ലൈഫ് സ്റ്റൈൽ. 30 കഴിയുമ്പോൾ 35 കഴിയുമ്പോൾ 40 നമ്മളതിങ്ങനെ ഫോളോ ചെയ്യണം. സോ നമ്മളത് മാറ്റണം. സോ
നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും ഭയങ്കര ലേറ്റ് ആയിപ്പോലെ എനിക്ക് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ. നോ, യു ആർ നോട്ട് ടു ലേറ്റ്. ഓക്കെ, സോ സെൽഫ് ലവ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. താങ്ക് യു.